ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പൊ ദേ ലബ്ബി ബാബി ഉറങ്ങിയത് വേർത്തിരിക്കട്ടെ. ഇവിടെ ലബ്ബി ബാബി ഇത് ഉറങ്ങിയത് ഡ്രസ്സൊക്കെ ഉള്ള കളിയാണ്. ആദു ബാബി അവിടെ എന്താണ് ചെയ്യുന്നത്? മോൻ ആദു സ്കൂളിലിട്ട് നടക്കണേ നമുക്ക് കുഴപ്പമില്ല, മിണ്ടാണ്ടിരുന്നാൽ നമുക്ക് ടെൻഷനാണ് ഗായ്സ്. ഇവിടെ ഉപ്പുമാവാണ് ആദു ബാബി കഴിച്ചനെ. ആദു ബാബിക്ക് ആരും ഉപ്പുമാവ് തന്നെ? ആരാ തന്നെ ഉപ്പുമാവ്? കളയാനാണ് ഇപ്പൊ നിന്നെ വിളിച്ച ഞാൻ. ഫുള്ള് കഴിച്ചു കേട്ടോ. ഇത്തിരി വേഷം കെട്ട് അവന്റെ ചങ്ക് പിയ അതിന് കൊടുത്താട്ടോ. വേറെ കുക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നിക്കാണ്. പക്ഷെ പിയയുടെ ഫുഡ് അവന് ഭയങ്കര ഇഷ്ടമാണ്. പിയ ആണെങ്കിൽ അതിന് ഫേവറേറ്റ് ഓരോ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കഴിഞ്ഞു വേണ്ടി ലിറ്റ ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ ദേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ദേ ആ വഴിയോരത്ത് പോവാണ്. ഉണ്ണിക്കുട്ടനുണ്ട് നമ്മുടെ വ്ളോഗിലൊക്കെ. അപ്പോൾ ലബ്ബി ബാബിക്ക് നമ്മൾ പഴം കുക്കുകയാണ് ഗായ്സ്. ബാബി ആണെങ്കിൽ അവിടെ എന്താണ് അപ്പുറത്തെ വീട്ടിൽ നടക്കണേ, ഇപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേന്ന് അന്വേഷിക്കുകയാണ്. അമ്മയാണെങ്കിൽ ദേ ഇത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. ആരോടിയേ? ആൾക്കാരാ? ആദു ബാബിയോട് ബെഡ്ഷീറ്റ് വിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ അതിന്റെ മേലെ കളിച്ചാൻ പോലാണ് ഇനി നമ്മുടെ പണി. പാത്രം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ക്ലീനിങ് ആണ്. ലബ്ബി ആണെങ്കിൽ അത് അടിച്ചു മാറ്റാൻ നോക്കും. എന്നിട്ട് 2 മഴക്ക് ലപ്പിച്ചവിടെ വേറെ പാത്രം തന്നിട്ടില്ലേ, ആ പാത്രം പോയി കളിച്ച്. അവൾക്ക് ഈ പാത്രം എന്നെ വേണം, അവൻ കൊടുക്കോ ഇല്ല. അവനാണെങ്കിൽ രാവിലെ എണീച്ച് കണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഉറക്കം വീണ്ടും വരും. നന്നായിട്ട് നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങി. അപ്പൊ ഞാനാണെങ്കിൽ കണ്ണൊക്കെ എഴുതിട്ട് ഞാൻ രാത്രി നോക്കുമ്പോൾ നിറച്ച് തത്തമ്മകളുടെ സൗണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിറച്ച് ഓരോ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ റൂമിലല്ലേ കിടക്കണേ. അപ്പോൾ നിറച്ച് തത്തമ്മകളും കുറേ പക്ഷികളുടെ നല്ല രസമാട്ടോ. ഞാനെന്നൊരു ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് എവിടുന്ന സൗണ്ട്? ഇത് ഫോണിലാണ്. ഫോണിൻ്റെ അമ്മ ഫോണിൽ വെച്ചേക്കാണോ നോക്കുമ്പോൾ ശരിക്കുള്ള ഇതിൻ്റെ നമുക്ക് ഒരു 6:30-7 മണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ബേർഡ്സിനൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഈ കണ്ണ് വീണ്ടും നന്നായിട്ട് ഉറക്കം വരും. ഇവിടെ ഒരെത്തി നിരീക്ഷിക്കാണ് ചേട്ടൻ എന്താ ചെയ്യണേ. ചേട്ടനാണെങ്കിൽ ഞാൻ തുടയ്ക്കാനൊക്കെ കൊടുത്ത കാട്. അപ്പൊ ഞാൻ എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കും. ഹലോ ഗായ്സ് പറഞ്ഞേ. ഷുഗാനോ ലവ് യു. ഉമ്മ ചിന്നുനെ സപ്പോർട്ട് ചെയ്യൂ. ചിന്നുനെ സപ്പോർട്ട് ചെയ്യൂ. അവനാ പറയാറില്ല പ്ലീസ്. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. ഇവിടെ ഒരാൾക്കാണെങ്കിൽ വീഡിയോയില് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവൾക്കാണ് മടി വീഡിയോയില് വരാൻ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? മതി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയും പൊട്ടറ്റോ സ്റ്റൂ ആട്ടോ. അപ്പൊ ഇപ്പൊ അവളെ നോക്കാണ്, അവനെ നോക്കാണ്. പണി രക്തചന്ദനം അരക്കലാണ്. ആദൂനം കൊണ്ടും പണിയെടുപ്പിക്കലാണ് എൻ്റെ പണി. വാടാ നമുക്ക് ചെയ്യാടാ. വെറുതെ ഇരിക്കണ സമയത്ത് ഓരോ എന്റർടൈൻമെന്റ്. ഇവനാണെങ്കിൽ ഞാനിങ്ങനെ ഉറച്ചിട്ട് റെഡ് കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ സംഭവം നല്ലതൊക്കെയാണ്. കണ്ടില്ല, ഞാൻ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ആ വീഡിയോ എടുത്താ 2-3 പ്രാവശ്യം മാത്രമാണ് എന്നെ വീഡിയോ എടുക്കുക മാത്രമേ ഞാൻ. ഞങ്ങളുടെ പരിപാടി രക്തചന്ദനം ഉണ്ടാക്കലാണ്. ഇവനാണെങ്കിൽ അടങ്ങി അത് ചെയ്തിരുന്നോളൂ കേട്ടോ. അപ്പൊ ഇത് എന്നോട് സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഒന്നും ചെയ്തിട്ട് സഹായിക്കണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ എടുത്തരാ, വെള്ളമൊക്കെ അവിടെ ബെഡുമേ നശിപ്പിക്കുക, ബെഡൊക്കെ വലിച്ചു മാറ്റിയിട്ട് അതിനൊക്കെ നന്നായി സഹായിച്ചു. എന്നാലും അവർ പറ്റുന്ന പോലൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്നെ സഹായിക്കുന്നുണ്ട് ആദു ബാബി. നന്നായി പാടുപെടുന്നുണ്ട്. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? എന്നൊരു പൗഡറാ ഇവൻ തന്നെയാണ് കുറി പോലെ തൊട്ട് വെച്ചേക്കണേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ എന്റർടൈൻമെന്റ്. ഇത് മൂത്താണിത് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തോണ്ട് മുഖം കഴുകുക, കുളിക്കുക. ഇതാണ് ഇന്നത്തെ പരിപാടി അല്ലേ? കുളിച്ചണ്ടേ ചൂടുമ്പത്തില്? വേണ്ട. അപ്പൊ അങ്ങനെ അമ്മ എണ്ണ തേപ്പിക്കാൻ നിൽക്കാണ്. ആ ബ്ലറായിട്ട് തന്നെ ഇരുന്നോട്ടേന്ന്. കാരണം ഇതൊന്നും പറ്റില്ല. അതൊക്കെ ലപ്പാച്ചീനെ അറിയാം. അതുപോലെ തന്നെ ലപ്പാച്ചീനെ എണ്ണ തേപ്പിച്ചിട്ടതാണ്. അമ്മേനെ പണിയെടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആദു ബാബി.
ഇവിടെ ഫുള്ള് എണ്ണ തേച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ഫുള്ള് അവന് കാട്ടാത്ത. ഇവിടെ ഫുള്ള് അവസാനം അമ്മാമ്മ മുണ്ടെടുത്ത് കൊടുത്ത് എന്നിട്ട് മുണ്ട് കെട്ടി കൊടുത്തേക്കാണ്. മുണ്ടെടുത്ത് കൊടുത്തു എന്നല്ല പറയാ, മുണ്ടെടുത്തു കൊടുത്തു. ആ സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പണിക്കാരനായിട്ട് ആദുബാബി. അയ്യോ ഊരല്ലേ, സെൻസർ ചെയ്യാൻ എനിക്ക് വയ്യ. ഇപ്പൊ ഇവിടെ ഗ്ലാസ്സുകൾ ഒക്കെയാണ്. ലപ്പാച്ചു ഗ്ലാസ്സുകളാണ്. ഞാനാണെങ്കിൽ എൻ്റെ നന്ദി ഉണങ്ങി. ഞാൻ ഫ്രീ ആവുമ്പോ അമ്മയുടെ പണി കഴിയുമ്പോ കുളിക്കണം. എന്നിട്ട് ഞാൻ രണ്ടുപേരും കുളിപ്പിക്കും, അല്ലെങ്കിൽ അമ്മ കുളിപ്പിക്കും. അങ്ങനെയാണ്. കണ്ണൊക്കെ ഞാൻ ഈജിത് കണ്ടില്ലേ. ലപ്പാച്ചുവിന് എന്താ പറയാനുള്ളത് ഗായ്സ്? എന്താണ് ലപ്പാച്ചുവിന് എന്താണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? അമ്മയുടെ വീഡിയോസ് അവിടെ പിന്നെ എന്താ പറയാ, അതിന്റെ വിഷമിട്ടാണ്. ലപ്പിക്ക് ഇതൊക്കെയാണ് എന്റർടൈൻമെന്റ്. തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള ലപ്പി മാളുഭാവി ഉണ്ടിട്ടാണ്. അപ്പൊ ഞാൻ അവളെയും കൂട്ടിയിട്ടില്ലതേ അവളെ പിടിച്ചിട്ടുണ്ട്. മാളുവിന് നിന്നെ ചായ ഉണ്ടടി. അപ്പൊ അതെ ബ്യൂട്ടി പോട്ട് തൊട്ട് കൊടുത്തേക്കാണ്. മാലാശ്യം മാളും ലപ്പൂസ്യും. ആദൂസി അവിടെ വെള്ളം നനച്ചിട്ട് ഞാൻ ബെഡൊക്കെ അവിടെ അവിടെ അമ്മ ഉറക്കാൻ പോവാണ്. ഇതൊക്കെയാണ് ഇവിടെ പരിപാടികൾ. ഇന്ന് കറി എന്താ? പൊട്ടറ്റോ സ്റ്റൂ, പിന്നെ പയറും മെഴുക്ക് പുരട്ടി. മറ്റേ കറി എന്തൊരു മാളുവിന്റെ വീട്ടിൽ തന്നെ എന്തൊരു കറിയാണിത്? എന്തോ തക്കാളിക്കറി, പിന്നെ ഉള്ളി പൊരിച്ചത്, അച്ചാറ്. തക്കാളിക്കറി, കോവയ്ക്ക മാങ്ങ കറി. ഇതാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പോകുന്നത്. ലപ്പാസ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. മാളമ്മ ദൈവോട് കഴിക്കുന്നുണ്ട്. ലപ്പാച്ചി ഇവിടെ കഴിച്ചോണ്ട് കണ്ടു. ലപ്പിയമ്മായി മാളു കേട്ടപ്പുറത്ത്. ലപ്പാച്ചി ഇവിടെ കഴിച്ചോണ്ട് കണ്ടു. ലപ്പിയമ്മായി മാളു കേട്ടപ്പുറത്ത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യട്ടോ. കാരണം ഫുള്ള് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടേക്കൊന്ന് മടക്കി വെച്ചുവിടും. ചില സമയത്ത് മടക്കി വെക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ല. പിന്നെ ഒരു പുത്രോ വന്നു. ആദൂസി ഉറക്കത്തിന് എണീച്ച് വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല, കളിച്ച രണ്ടുപേരും കൂടിയിട്ട്. സ്കിൻ കെയറില് ഐറ്റംസ് നിങ്ങൾ ചോദിച്ചത്. മുടി ഭയങ്കര ഷോർട്ട്, എനിക്ക് അറിയാതെ ഇത്തിരി വളർന്ന സെറ്റ് ആവും അവര്. അപ്പൊ ഇതാണ് പോൺസിന്റെ സൺസ്ക്രീൻ ആണ്, പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണ ഒരു പോൺസിന്റെ ഒരു ക്രീമാട്ടോ. പിന്നെ ഒരു പൗഡർ, യാർഡ്ലിയുടെ ഒരു പൗഡർ, ബ്രാൻഡൊന്നും നോക്കാറില്ല. പിന്നെ അമ്മ ഒരു ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്ക്, നല്ലൊരു ലിപ്സ്റ്റിക് ആട്ടോ. വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അമ്മ ഒരു സിന്ദൂരം തൊടും, പൊട്ട് കുത്തും. വേറെ ഒന്നും അമ്മ യൂസ് ചെയ്യും. കണ്ണെഴുതുന്നത് ഏതമ്മ ബ്രാൻഡ്? മെബിലിന്റെ ഒരു ഐലൈനർ. ഇപ്പൊ ഇന്ന് എന്നോട് കാജൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. ഇതിലുണ്ട്, എടുത്തോ. അപ്പൊ കാജൽ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ. ഇനിയിപ്പോ അതെഴുതിക്കോ. ഇനിയിപ്പോൾ എന്നോട് കുറേ പേരായി ചോദിക്കുന്നുണ്ടായിരുന്നേ എന്തുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാത്തത്, ഹസ്ബൻഡ് എവിടെയാണ്, ആളെ വീഡിയോയിൽ കാട്ടാൻ പറ്റുമോ, ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺസ്. ലൈക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾക്കിപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമായില്ല എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഓർഗാനിക് കാജലൊക്കെ ആയിട്ട് ചുഞ്ചിരി മണിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പോവാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവം സഹായിച്ച് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ബ്ലെസ്ഡ് ആട്ടോ. അതായത് ചിലവർക്കാണെങ്കിൽ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ പോയി നിൽക്കണം അങ്ങനെയൊക്കെ. എനിക്കാണെങ്കിൽ അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയി നിൽക്കണം ഒരു നിർബന്ധമോ കാര്യങ്ങളും ഇന്നേ വരെ എൻ്റെ ഏട്ടനാണെങ്കിലും അവരെ വീട്ടുകാരാണെങ്കിലും അങ്ങനെയൊന്നും ഇന്നേ വരെ അങ്ങനെ കമ്പൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം എന്തെങ്കിലും ചെയ്യണ സമയത്തോ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നല്. അപ്പോൾ ഞാൻ ചോദിച്ചു പൊട്ടും കൂടി കുട്ടി സുന്ദരിമണി ആവുമെന്ന് ചോദിച്ചു.
അപ്പോൾ എന്നെ ഇന്നേവരെ കമ്പൽ ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ പോയി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളും കമ്പൽ ചെയ്തിട്ടില്ല. പിന്നെ ചോദിക്കും, നിങ്ങൾ എന്തായാലും ഓബിയസ് ആയിട്ട് ചോദിക്കും എന്തുകൊണ്ടപ്പോൾ അവിടെ പോയി നിന്നൂടാ. ലൈക്ക് ഞാനാണെങ്കിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഹസ്ബൻഡുള്ള സമയത്താണ് കൂടുതൽ നിൽക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പിടിക്കാനാണെങ്കിലും പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അത്രയും സ്വാതന്ത്ര്യത്തിൽ എന്നിട്ട് പറയാ എന്താ പറയുന്നത് സ്വാതന്ത്ര്യം അതില് നമുക്ക് പറയാം. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ അവരാണെങ്കിൽ അത്യാവശ്യം അത് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനാണെങ്കിൽ എന്താ പറയാ, നമ്മള് മൂത്തവരെ ബഹുമാനിക്കണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ എനിക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ലവ്യനാണെങ്കിലും ആദൂനാണെങ്കിലും നോക്കണ സമയത്താണ് ചില സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ ഭയങ്കര വയ്യാണ്ടാവും ചില സമയത്ത് ഞാനൊന്നും പറയില്ല. കാരണം എനിക്ക് ഒരു വിഷമമുണ്ട്, ഞാൻ മാക്സിമം പറയാറില്ല. അപ്പോൾ ഏട്ടുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് കൂളാണ് ഇടാ, എനിക്ക് വയ്യ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പിന്നെയും ഏട്ടൻ പിന്നെ അവിടെ പോയാൽ അവിടെ പിന്നെ പോയി പണിയെടുക്കുക കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഡാറ്റ ഉണ്ടെങ്കിൽ എല്ലാ കാര്യം അറിഞ്ഞ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവിടെ ആണെങ്കിൽ അവർക്കാണെങ്കിൽ വയ്യാത്തതാണ്. ഇപ്പം അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അച്ചായിക്കാണെങ്കിലും അവിടെ വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടേക്ക് വിളിക്കാൻ തന്നെ ഇപ്പോൾ ആദൂൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചിട്ട് അമ്മയ്ക്കും അച്ഛനും ഇപ്പം നിൽക്കാനൊക്കെ വിളിച്ചാൽ തന്നെ അവർ വരാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവരല്ല, അപ്പോൾ നമുക്ക് അവർ തന്നെ പുറത്തേക്കൊന്നും അങ്ങനെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ കാര്യങ്ങളൊന്നും പോകാറില്ല എന്ന് തന്നെ അവർ പറയാറ്. പിന്നെ നമുക്ക് തന്നെ ഒരാൾ വയ്യാണ്ടിരിക്കണ സമയത്ത് നമുക്ക് വല്ലയിടത്ത് പോകാൻ തോന്നി. എനിക്ക് പോകാനേ തോന്നാറില്ല. ഇപ്പം അമ്മോടാണെങ്കിൽ അമ്മ ഒന്ന് വായി, ഇന്നലെ തന്നെ ഞാൻ അമ്മ നമുക്ക് പുറത്ത് പോകാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ മനസ്സിലാക്കണല്ലേ. പിന്നെ ഏട്ടുള്ള സമയത്താണെങ്കിൽ ഏട്ടൻ പിന്നെ അവരെ കൊണ്ടുവരും, ഇവിടേക്ക് വരും. പിന്നെ ചേച്ചിയും ലൈക്ക് സിസ്റ്റർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും ഒക്കെ ലവ്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോഴൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെ ഹസ്ബൻഡ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ദുബായിലാണ്, ആള് ദുബായിലാണ് വർക്ക് ചെയ്യണേ. പിന്നെ ഇവിടെ അതേ സ്നേഹ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ ദുബായിലാണ്, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ വരുമ്പോൾ ആൾക്കാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല വീഡിയോ പേഴ്സണൊന്നുമല്ല. ബട്ട് വൺസ് ഞാൻ യൂട്യൂബൊക്കെ ചെയ്ത് ഒരു കുറച്ചൊക്കെ ആയപ്പോൾ ആൾക്ക് പിന്നെ ഇഷ്ടമായി വീഡിയോസിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത് വരുമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ വരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. ജോബിനെ കുറച്ചും ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്തായാലും എൻ്റെ വെറുപ്പിക്കൽ, നിങ്ങൾ കഴിഞ്ഞ പ്രഗ്നൻസി വീഡിയോ ഒക്കെ കണ്ടില്ല, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ, അതുപോലെ വെറൈറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇന്നാണെങ്കിൽ മാളും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ 2 പിള്ളേരെ ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത്. അവളോടൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം. ഇവിടെ ഒരു മീൻസ് സത്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ചുരുക്കം. ഇവളാണ് എൻ്റെ ഇപ്പോൾ എന്താ പറയുക എമർജൻസി ബട്ടൺ. മാളു വായിക്കൊന്ന് കുളിക്കണം, അപ്പോൾ വേഗം അവൾ ഓടി വരും. അപ്പോൾ മാളു എനിക്ക് ടെൻഷനാണ്. മാളു പോയി കഴിഞ്ഞാലല്ലേ മാളു എനിക്ക് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ്. മീൻ വരുന്നത് എൻ്റെ ചങ്ക്. മീനുള്ള സമയത്താണ് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് മാളുവിന് ദൈവം തന്നു. അപ്പോൾ ഞാനും മാളു ഇപ്പോൾ ഭയങ്കരമായിട്ട് കുക്കിങ് ചെയ്യും, ഫുഡ് കഴിക്കും, ലൈക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ചിൽ വൈബാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രവി ഉണ്ട് അപ്പുറത്ത്. പ്രവിയും ആദുവിൻ്റെ ചങ്കാണ്. ആദുവിന് പ്രവി ഇല്ലാണ്ട് പ്രവി, പ്രിയ, അങ്കിള്, അവരുടെ മാമൻ അവരൊക്കെയാണ് ആദുവിൻ്റെ ചങ്കും കാര്യങ്ങളും. പിന്നെ ഇവരുടെ അടുത്തൊക്കെ നമുക്ക് കൂളായിട്ട് ഇവരെ വിടാം, നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ കുറേ മണിക്കൂർ അവിടെയൊക്കെ പോയിരുന്ന് കളിക്കും കാര്യങ്ങളും. ലൈക്ക് നമ്മളെ സ്വന്തം ആൾക്കാർ നോക്കണ പോലെ കേട്ടോ, നമുക്ക് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെയാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നില്ല കാര്യങ്ങളിപ്പോൾ വ്യക്തമായി ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കണു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ ഇപ്പോൾ ആളുള്ള സമയത്താണ് ഞാൻ അവിടുത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ആദ്യം ലവ്യം കൂടി പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോയിട്ട്. ആദ്യം അവിടെ കുറുമ്പ് കാട്ടലും കാര്യങ്ങളും. അയ്യോ, നമുക്കാണെങ്കിൽ ലവ് യു ഉണ്ടായിരുന്നു. നമുക്കെല്ലാം കൊണ്ടിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ എന്താ ഫൈറ്റിങ് എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദുവിന് കുറേ നാൾ കഴിഞ്ഞിട്ടില്ല ആദ്യം അവിടെ ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ പോകണം ഞങ്ങളെല്ലാവരും, ഞാനും ഇവരും. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ വന്നപ്പോഴേക്കും ഒന്നും കൂടി ആകെ സ്ട്രെസ്ഡ് ഔട്ടായി. എനിക്ക് ആകെ എന്താ പറയുക
വയ്യാണ്ടേ എല്ലാം കൂടി ഓടി നടന്ന് അത് കുറുമ്പ് കാട്ടും. അപ്പൊ ലവ്യതാക്കും അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. പിന്നെ അവിടുത്തെ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നെയ്ബേഴ്സ് ഒക്കെ കണ്ടോ എനിക്കറിയില്ല, അടിപൊളി നെയ്ബേഴ്സ് ആട്ടോ. അവിടെ പിള്ളേരൊക്കെ ഉള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്താണെങ്കിൽ അവരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് ലവ്യനെ എടുക്കാനാണെങ്കിലും അതുവിൻ്റെ അടുത്തൊക്കെ. അപ്പോഴേക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി അമ്മയ്ക്കാണെങ്കിൽ ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പൂക്കളൊക്കെ പറിച്ച് വന്നിക്കാണ് അമ്മ. അപ്പൊ അങ്ങനെ അമ്മ വരേക്കിരുന്നോ, ഞാൻ സംസാരിക്കുന്ന വെറുതെ വീഡിയോ ഇങ്ങോട്ട് നിക്ക്. കണ്ടില്ല, ഇതൊക്കെയാണ് അമ്മയുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ, പൊസിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ. നന്നായിട്ടുണ്ട് വീഡിയോ ഇല്ലേ മാളു? മാളു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മാളു ഞാൻ അവിടെ കിടക്കാണ് ലപ്പിച്ച് മാളും ഫോട്ടോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്തു. രസമുണ്ടല്ലേ ഗായ്സ്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. ഇനി അമ്മയുടെ മേക്കപ്പ് വീഡിയോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആണെങ്കിൽ ഞാൻ അത് വേണമെങ്കിൽ അടുത്തതായിട്ട് ഇടാം. എന്നോട് പറഞ്ഞിട്ടില്ല ലിപ്സ്റ്റിക് വീഡിയോ ഇട്ടിട്ട് കുറേ ഞാൻ അമ്മേനെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയ്ക്ക് അതൊരു വിഷമമല്ല ഗായ്സ്, കാരണം അമ്മ അതിന് കാട്ടും നന്നായിട്ട് എടുക്കാറില്ല അമ്മ ഇല്ലേ. ഇതപ്പോൾ ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. ഇതുപോലത്തെ ഒരു കിളിപ്പച്ചും ബ്ലൂ കളർ ഡ്രസ്സാണ് ഞാൻ പട്ടുപാവട തയ്ച്ചത്. ഇനി ഇത് ഞാൻ പട്ടുപാവട തയ്ക്കുന്നതാണ് ഈ തുണി. ഇങ്ങനെയൊക്കെ ആയിട്ടോ നമ്മളുടെ ഒരു വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.